ആദ്യം ഞാൻ ലാലിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് ലാൽകുമാർ, 5 വർഷക്കാലത്തെ സംഭവബഹുലമായ പ്രവർത്തനം അവസാനിപ്പിച്ച് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിയിരിക്കുന്നു. ആ മടക്കത്തിൽ ഒരു യാത്രയയപ്പില്ല, മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പോയില്ല. തലേ ദിവസം ചീഫ് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും രാജ്ഭവനിലെത്തി ഒരു സമ്മാനം നൽകി. ഇതാണ് യാത്രയയപ്പ്. പക്ഷെ പോകുന്ന പോക്കിൽ അദ്ദേഹം വിവാദ പ്രതികരണങ്ങൾ നടത്തിയതുമില്ല. ഈ പോക്കിനെ എങ്ങനെയാണ്, ഈ യാത്ര അയപ്പില്ലാത്ത അദ്ദേഹത്തിൻ്റെ മടക്കത്തെ എങ്ങനെയാണ് ലാൽകുമാർ കാണുന്നത്? ഞാൻ ആരിഫ് മുഹമ്മദ് ഖാനിലേക്ക് വരുന്നതിന് മുമ്പ് ഉമാ തോമസിൻ്റെ വാർത്ത അറിഞ്ഞു. സത്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു. പെട്ടെന്ന് ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് വിചാരിക്കുന്നു. അത് പറയുക എന്നുള്ളത് ഒരു ഇതാണല്ലോ. താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് നോക്കൂ, എങ്ങനെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഒരു ഗവർണറായിട്ട് കണ്ടക്ട് ചെയ്തെന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്കിപ്പം കേരളത്തിൽ നിന്ന് ശബരിമല കാലത്ത് നമ്മൾ തന്നെ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട്. സ്മൃതി ചേച്ചിയുടെ അടുത്ത് ഞാൻ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുള്ള വിഷയമാണ്. ശബരിമല കാലത്ത് ഉണ്ടായിരുന്ന ആളാണ് ശ്രീധരൻപിള്ള സാർ. അദ്ദേഹം പിൽക്കാലത്ത് ഗവർണറായി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി, അദ്ദേഹം നിലകൊള്ളുന്ന രാഷ്ട്രീയത്തോട് പൂർണ്ണമായി എതിർക്കുമ്പോഴും അദ്ദേഹം ഒരു ഹയസ്റ്റ് ഓഫീസ് ഓക്യുപ്പൈ ചെയ്യുന്നതിൻ്റെ ഡിഗ്നിറ്റി അദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ട്. അത് RSSകാരനോ BJPക്കാരനോ ആയ ഒരാളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. തമിഴ്നാട്ടിൽ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ബംഗാളിൽ പ്രശ്നങ്ങളുണ്ട്, കർണാടകത്തിൽ ഗവർണറുടെ പ്രശ്നമുണ്ട്. പക്ഷേ റോഡിലിറങ്ങി ബഹളം ഉണ്ടാക്കുന്ന, ചില ഓഫീസിൻ്റെ സ്റ്റേറ്റസിനെ ഡീഗ്രേഡ് ചെയ്യത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവർണർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കൂ, RSSുമായിട്ടോ അല്ലെങ്കിൽ മോഡിയുടെ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കാൻ വരുന്ന ഒരാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതിപ്പോൾ അടുത്ത വരാൻ പോകുന്ന ആളും അത് തന്നെ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷേ ആ നടപ്പാക്കുന്ന രീതി ഉണ്ടല്ലോ, ആ രീതി നമ്മളൊരു ഡീസൻറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് ആ ജെന്റിൽനെസ് എല്ലാം കവച്ചു വെച്ചാണ് അദ്ദേഹം ഈ സംസ്ഥാനത്ത് പെരുമാറിയിട്ടുള്ളത്. അതേ ലെവലിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് പലപ്പോഴും സർക്കാർ എത്തിയിട്ടുണ്ട്. ആ റെസിപ്രോക്കേഷൻ്റെ ഒരു ഭാഗമാണ് ഈ നടക്കുന്നതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. നോക്കൂ, ഗവർണർ എന്ന് പറഞ്ഞാൽ ബില്ല് ഒപ്പിടേണ്ട ആളാണ്. ഒരു ബില്ല് ഒപ്പിട്ടാൽ മാത്രമേ ആക്റ്റായി മാറൂ. അത് നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം പാർലമെന്റ് രണ്ടും പാസ്സാക്കിയിട്ടും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ നെസസറി റിക്വയർമെന്റ് ഫോർ എ ബിൽ ടു ബിക്കം ആക്ട്. അത് കേരളത്തിലും ബാധകമാണ്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലും ബാധകമാണ്. അദ്ദേഹം ഒരു വല്ലാത്ത രീതിയിൽ ഒരു ഡ്രക്കോണിയൻ ലെവലിൽ ബിഹേവ് ചെയ്യുമ്പം സംസ്ഥാന സർക്കാരിന് പലപ്പോഴും പാസിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അദ്ദേഹത്തിന് ചില കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഉണ്ട്, പ്രസിഡന്റിന് ഇല്ലാത്ത ചില കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നിൽക്കുമ്പം ഒരു സോഫ്റ്റ് ലെവലിൽ പോകേണ്ടതായിട്ട് വരുമോ എന്ന് ചോദിച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് അല്ലെങ്കിൽ ഗവേണൻസിന്റെ കൺവീനിയൻസിന് പലപ്പോഴും അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരാം. പക്ഷേ അതൊക്കെ മറികടന്നാണ് അദ്ദേഹം ഈ സംസ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം, നമ്മുടെ ലാൻഡ് അസൈൻമെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ സെക്ഷൻ 4 ഒരു അമെൻമെന്റ് വന്നു. അത് യഥാർത്ഥത്തിൽ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ അത് വരികയും അത് പിന്നീട് അപ്പീൽ പോയി സുപ്രീം കോടതി, യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ ഒരു ഇതിലാണത് കേരള ഹൈക്കോടതി യുനാനിമസ് ആയിട്ട്, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ, സംസ്ഥാനത്തെ എല്ലാ നിയമസഭാംഗങ്ങളും ഒരുപോലെ നിന്നാണത് ആ അമെൻമെന്റ് പാസ്സാക്കിയത്. ഒരു കാരണവുമില്ലാതെ അദ്ദേഹം അത് ഇപ്പോഴും പിടിച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹം അത് സൈൻ ചെയ്തിട്ടില്ല. ഇത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ആക്ട് ആകാതെ എക്സിക്യൂട്ടീവ് ആക്ഷൻ പോസിബിൾ അല്ല. ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് ബാക്കിംഗ് ഇല്ലാതെ ഒരു കാര്യവും പോസിബിൾ അല്ല. അങ്ങനെ ആ ഡെമോക്രാറ്റിക് എക്സസൈസിനെ തടയുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അഡ്മിനിസ്ട്രേറ്റീവ് ഒരു പാരാലിസിസിലേക്ക് വരെ എത്തിക്കാൻ സാധ്യതയുള്ളൊരു നടപടിയാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്ക് എതിരാണ്. അത് അംബേദ്കർ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്ക് പൂർണ്ണമായി എതിരാണ്. അങ്ങനെ ഇടപെടുന്ന ഒരു രീതി ഒരു കാരണവശാലും വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അതിനകത്ത് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ RSS പദ്ധതിയുമായിട്ടുള്ള കേരളത്തിലേക്കുള്ള വരവ് മാത്രമല്ല പ്രശ്നം. RSS പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളും, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഗവർണർമാരുണ്ട്. പക്ഷേ റോഡിലിറങ്ങി ഈ പറഞ്ഞ ക്രിമിനൽസ് എന്ന് വിളിക്കുക, ഒരു ജില്ലയെ മോശമായി പറയുക, വിദ്യാർത്ഥികളുമായി ബഹളം ഉണ്ടാക്കുക, പ്രക്ഷോഭത്തിലേക്ക് പോവുക, അങ്ങനെ ഒരു തരംതാന്ന ലെവലിലേക്ക് അദ്ദേഹം പോകണമായിരുന്നു എന്നുള്ളത് അദ്ദേഹം ചോദിക്കേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹം ഈ രീതിയിൽ കണ്ടക്ട് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നില്ല അപ്പുറത്തു നിന്നുള്ള റെസിപ്രോക്കേഷൻ കറക്റ്റ് ആവുന്നത്. ഇപ്പം താങ്കളോട് ഞാൻ മോശമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും താങ്കൾ ദേഷ്യപ്പെടാൻ ബാധ്യസ്ഥയായി മാറും. അതൊരു റെസിപ്രോക്കേഷനാണ്. എൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന റെസ്പോൺസിനനുസരിച്ചായിരിക്കും ഈ ഒരു റെസിപ്രോക്കേഷൻ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്.
Debate with Smriti Parathikkad.